ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഫുൾ ടൈം ട്രേഡറാണ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമുള്ളത്? അല്ലാതെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യണ്ട, ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി. ഡെറാഡൂണിൽ പോയിരുന്നു, ഡാർജിലിങ്ങിൽ പോയിരുന്നു, സിംലേ പോയിരുന്നു, ചെയ്യാൻ പറ്റും. കാരണം നല്ലൊരു സാലറി ഉള്ളൊരു ജോബ് ഉണ്ടായിരുന്നു. കുറച്ച് ആളോട് ജോബ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ലൈഫിൽ. ഫുൾ ടൈം ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട്, ഒരു കരിയറായിട്ട് എടുക്കാനായിട്ട് സാധിക്കുമോ? നമുക്കത് ഡിസ്കസ് ചെയ്താലോ? വേറെ പണിക്കൊന്നും പോകാതെ വെറുതെ വീട്ടിലിരുന്ന് സുഖമായിട്ട് ട്രേഡ് ചെയ്യണം എന്നതല്ലേ. ഇപ്പോൾ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. ഒന്നാലോചിക്ക്, എനിക്ക് ഫുൾ ടൈം ട്രേഡർ ആകണം, ട്രേഡിങ്ങേ അറിയില്ല, ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, അതിനു മുമ്പ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു ഫുൾ ടൈം ട്രേഡർ ആകണം. ഇതെങ്ങനത്തെ സംഭവം എന്നറിയോ? ഈ നമ്മൾ കാസർഗോഡ് ടു തിരുവനന്തപുരം റോഡ് ടിക്കറ്റ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന കുറേ ഹോട്ടൽസുകൾ കാണാൻ പറ്റും. എന്താ സംഭവം? ഹോട്ടൽ ബിസിനസ് എന്താണെന്ന് അറിയാതെ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയ ആൾക്കാർ കട അടച്ചിട്ടിരിക്കുന്നതാണ്. ഇതുപോലെയായിരിക്കും ഇവരും ട്രേഡിംഗ് തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ. അപ്പോൾ സുനിൽ പറയുന്ന ട്രേഡിങ്ങിനെ കുറിച്ച് ഫുൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുമെന്നാണ്? ചെറിയതായിട്ട് ട്രേഡിംഗ് പഠിക്കുക, എന്നിട്ട് ചെറുതായിട്ട് ട്രേഡ് ചെയ്ത് നോക്കുക. അത് സക്സസ് ആകുന്നുണ്ടെങ്കിൽ ട്രേഡ് പയ്യെ ഇൻക്രീസ് ചെയ്യുക. ജോലി ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് എത്തുക. എന്നിട്ട് ഗ്രാജുവലി ആ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലി കളഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ട്രേഡർ ആകാം. അല്ലാതെ ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഫുൾ ടൈം ട്രേഡറാണ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമുള്ളത്? സ്വപ്നങ്ങൾ കണ്ടോളൂ, സ്വപ്നങ്ങളൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പവറാണ്. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ബിരിയാണി ഷോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം കുക്ക് വന്നില്ല എങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ റെഡി ആവണം. ഒരു ദിവസം ക്ലീനിങ് സ്റ്റാഫ് വന്നില്ലെങ്കിൽ നമ്മൾ ടേബിളും പാത്രവും കഴുകാൻ റെഡി ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എനിക്കതിനകത്ത് അങ്ങനെ ഒരു ബിസിനസ് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേ ബിസിനസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ടാണ് അത് ബിസിനസ്സായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇയാണ് സുനിൽ ഫുൾ ടൈം ട്രേഡറായ സുനിലിൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു ഏഡാണ് സുനിൽ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതാണല്ലേ. അതായത് ജോലി ഉണ്ടായിരുന്നു ആൾക്ക്, ജോലിയുടെ കൂടെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. പഠിക്കുന്ന സമയത്ത് ഒരു പാരലായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടി. ആ ജോലി കളഞ്ഞിട്ടാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ ടൈം. 2017 നമ്മൾ ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അന്ന് വരുമ്പോൾ ആക്ച്വലി പിന്നീട് ആലോചിക്കുമ്പോൾ അത്ര നേരത്തെ വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നല്ലൊരു സാലറി ഉള്ളൊരു ജോബ് ഉണ്ടായിരുന്നു. കുറച്ച് ആളോട് ജോബ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ലൈഫിൽ. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ ആളുകളോട്, പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കടമൊന്നും മേടിച്ച് ചാടിക്കേറി ട്രേഡിങ്ങിന് ഒരു വലിയ ക്യാപിറ്റൽ ഉണ്ടാക്കി ട്രേഡിംഗ് ആണ് ഉലകം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ട്രേഡിംഗ് എല്ലാവരും ചെയ്തിരിക്കേണ്ട, ഇൻവെസ്റ്റിംഗ് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു, നമ്മൾ സൈക്ലിംഗ് പഠിക്കുന്നു, അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെൻറ്റും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ നിന്നൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യണം, നമുക്ക് കിട്ടുന്ന മണി കൃത്യമായിട്ട് സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് ഡ്രൈവിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടേ, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവർക്കും എടുക്കണ്ടേ, അതുപോലൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനെ പ്രൊഫഷനാക്കണമെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരും ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചേഴ്സ് ആവുന്നില്ല. ഡ്രൈവിംഗ് എല്ലാവർക്കും അറിയാം. ആരാണ് അതിനെ പ്രൊഫഷനാക്കി അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി അതിന് വേണ്ടി ഒരു ക്യാപെക്സ് ചിലവാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഡ്രൈവിംഗ് ടീച്ചേഴ്സ് ആവുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇൻഡസ്ട്രി ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട, ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി. ഡെറാഡൂണിൽ പോയിരുന്നു, ഡാർജിലിങ്ങിൽ പോയിരുന്നു, സിംലേ പോയിരുന്നു, ചെയ്യാൻ പറ്റും. ലൈഫ് എൻജോയ് ചെയ്യാം. അതായത് ഇപ്പോൾ IT പ്രൊഫഷണൽസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവരാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഓക്കെ, കാരണം അവർ നോക്കുമ്പോൾ അവർ വളരെ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരാളുടെ അണ്ടറിൽ ടാർജറ്റ് ഓറിയൻറ്റഡ് ആണ്. സോ അവർക്ക് അവരുടെ ലൈഫ് ഒരു രീതിയിലും എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന വേറെ കേസുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസിങ് ഇതിനെ കുറേ സ്വാധീനിക്കുന്നുണ്ട്. BMW കാറുകൾ, ബെൻസ് കാറുകൾ, മാത്രമല്ല ഹിമാലയത്തിൽ പോയിരുന്ന് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ട്രേഡിങ്, ഹിമാലയത്തിൽ പോയിരുന്ന് ട്രിപ്പിൻ്റെ ഇടയിലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു യങ് ജനറേഷൻ ഉണ്ടല്ലോ, എങ്കിൽ എനിക്കും അതാകണം എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും ട്രേഡിങ് കരിയറാക്കാനായിട്ട് നോക്കുന്നത്. ഞാൻ ഇനിഷ്യലി എല്ലാവരോടും പറയുക,
നിങ്ങളതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ചുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുക, അത് ചെയ്ത് നോക്കുക, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അതിനെ ബിസിനസ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് നല്ല ഹൈലി സാലറീഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചിലർ ഇത് ട്രേഡിങ്ങിലേക്ക് വന്നു, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, വേറൊരു ഇൻകം വേണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുണ്ട്. അപ്പോൾ അവർ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ അവർക്ക് ചില എക്സാംസ് പാസ്സായി കഴിഞ്ഞാൽ നല്ല ജോബ് കിട്ടാനുള്ള അതായത് ഇപ്പോൾ ഒന്ന് ആലോചിക്കേ, കേരളത്തിൽ PSC എക്സാം എഴുതുന്ന എത്ര ആൾക്കാരുണ്ട്? ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു 10, 20, 100, 200 വേക്കൻസിക്ക് വേണ്ടി എക്സാം എഴുതുന്നു. അത്രയും ജനം കോച്ചിങ്ങിന് പോകുന്നു, എക്സാം എഴുതുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോയി എക്സാം എഴുതുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയി എക്സാം എഴുതുന്നു. നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. എത്രയൊക്കെ ജോലി കിട്ടുന്നുണ്ട്, അതും എൻ്റെ രസം. എന്നാൽ ഇവിടെ ഫിനാൻസ് മേഖലയിൽ പല വലിയ ഇൻ്റർനാഷണൽ ബാങ്കുകളുടെ ഹെഡ്ജ് ഫണ്ടുകളുടെ ബാക്ക് ഓഫീസ് ബാംഗ്ലൂരും ഗുജറാത്തും എന്തിനും നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് വരെയുണ്ട്. സാലറി പാക്കേജ് സ്റ്റാർട്ട് ഫ്രം 40,000 അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. IT പ്രൊഫഷണൽസും ടീച്ചേഴ്സിൻ്റെ ബെഞ്ചിൽ ഇപ്പോഴും സാലറി 23,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എത്രയാണ്? 40,000. എങ്ങനെ ഇത് കിട്ടും? ഏതൊരു BCom-കാരനും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് സർട്ടിഫിക്കേഷൻ ഡിഗ്രി ഇപ്പോൾ BCom-കാർ കുറച്ചുകൂടി ഇതുമായിട്ട് അടുത്തതാണ്. ഇതിന് നമ്മുടെ NISM സർട്ടിഫിക്കേഷൻസ് എടുത്താൽ മതി. NISM 10A, NISM 10B, NISM 15 സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു കരിയർ ഓപ്ഷൻ ആക്കാം. ഇപ്പോൾ NISM ഇപ്പോൾ CFA എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് എക്സാംസ് എഴുതി കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ടഫ് എക്സാംസാണ്. അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ജോലി സാധ്യതയുണ്ട്. എന്നാൽ ഒരു NISM എക്സാം എഴുതാനുള്ള കോഴ്സ് ഫീ 10,000 രൂപയാണ്. യൂട്യൂബ് കണ്ട് പഠിച്ച് എഴുതാം, സർട്ടിഫിക്കേഷൻ കിട്ടും, പല ജോലിക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതൊന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല IIT-കളും പാർട്ട് ടൈം ഫിനാൻഷ്യൽ MBAs നടത്തുന്നുണ്ട്. ഓക്കെ, ഇത് അറ്റൻഡ് ചെയ്യാം. പാർട്ട് ടൈം ഫിനാൻസ് MBAs എനിക്ക് തോന്നുന്നു IIT ഖരഗ്പൂർ, IIT ചെന്നൈ എല്ലാം നടത്തുന്നുണ്ട്. ഇവരെല്ലാവർക്കും സർട്ടിഫിക്കേഷനൊക്കെ നല്ല വാല്യൂ അല്ലേ. ഇത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇത് അറ്റൻഡ് ചെയ്താൽ മതി, പാസ്സാകാം. ഒരു നോർമൽ കോഴ്സല്ല, എല്ലാവർക്കും പാസ്സാകാമല്ലോ. ഇത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആകാം. ഇനി അതല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറിലോട്ട് ഒരു ബേസ് ഉണ്ടാക്കാം. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു മേഖലയിലുണ്ട്. അങ്ങനെ വരൂ. അല്ലാതെ ഞാൻ വീട്ടിലിരുന്ന് ഫുൾ ടൈം ട്രേഡർ ആകും, എല്ലാ ദിവസവും ഞാൻ ഇത്രയും പ്രോഫിറ്റ്, അങ്ങനെയുള്ള ടാർഗറ്റ്സ് ഒന്നും ഇനിഷ്യലിൽ വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സ്കെയിലപ്പ് ചെയ്യാം. ഇപ്പോൾ പാരൻസിനൊക്കെ, അതായത് അവരുടെ മക്കൾ ഫുൾ ടൈം ട്രേഡർ ആവണമെന്ന് പറയുമ്പോൾ അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരും തിരഞ്ഞെടുക്കാത്ത കരിയർ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അവർ വളരെ ടെൻസ്ഡ് ആണ്. അതായത് അവരുടെ മക്കൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ അവർ സക്സസ് ആവോ, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പല പാരൻസും പിള്ളേർ ഇത് സമ്മതിക്കത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കാം. ഓക്കെ, ഒരു പയ്യൻ വന്നിട്ട് പറയാണ്, മകൻ വന്നിട്ട് പറയാണ്, എനിക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകണം. മകളും മകനോ ആരോ, പപ്പേ എനിക്ക് ഫുൾ ടൈം ട്രേഡർ ആകണം. ഓക്കെ, നീ ഒരു പണി ചെയ്യൂ, ആദ്യം പോയി പഠിക്കൂ, എവിടെയെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ ഇനി സർട്ടിഫൈഡ് കോഴ്സ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ പഠിക്കാൻ പറയുന്നു. അപ്പോൾ അതിനുള്ള ഫീസ് കൊടുത്തോട്ടെ, ചെറിയൊരു ഫീസൊക്കെ അല്ലേ ഉള്ളൂ, അത് കൊടുത്ത് പഠിപ്പിക്കുക. അപ്പോൾ ഒരു 10,000 15,000 ഒക്കെ ഫീസ് കൊടുത്ത് ഒരു 25,000 ഫീസ് വരെയൊക്കെ കൊടുത്ത് പഠിക്കട്ടെ. ഇനി അതൊന്നുമില്ലേ, ഇപ്പോൾ സരോദ വാഴ്സിറ്റിയിലൊക്കെ നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ചോട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് അവന് ട്രേഡ് ചെയ്യാൻ ഒരു 5,000 രൂപ കൊടുക്കുക. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുക, ഈ 5,000 രൂപ കൊണ്ട് നീ ഒരു 1,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് നീ ഇത് കരിയറാക്കി എടുത്തോ എന്ന് പറ. അവനുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനൊരു 10,000 കൂടി കൊടുക്കുക. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാം, 10,000 കൊണ്ട് ഒരു 1,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് പറ. ഇത് അവന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ അവനിത് കരിയറാക്കാൻ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നീ ഇത് പ്രൂവ് ചെയ്യും, നിനക്ക് 1 കൊല്ലം സമയം തരാം എന്ന് പറ. അവന് 1 കൊല്ലം കൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവനത് കരിയറാക്കിക്കോട്ടെ. ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റാണ്. ഇതൊന്നുമില്ല, അവൻ പഠിക്കാനും പറ്റില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ റീലും കണ്ടിട്ട് എനിക്ക് ട്രേഡ്, നമ്മൾ 1ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് എനിക്ക് പൈലറ്റ് ആകണം എന്ന് പറയില്ലേ, അങ്ങനെ പറയുന്നത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണ്ട. അവനത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനത് ചെയ്യട്ടെ.
അല്ലെങ്കിൽ ലൈക്ക് അപ്പം സക്സസ് ആവാൻ പറ്റിയില്ലെങ്കിൽ അവൻ പ്രൊഫഷൻ മാറ്റിയാലും ഇവനിത് കൂടെ കൊണ്ടുപോയി എന്നെങ്കിലും അവനത് സക്സസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പാരൻസിനും ടെൻഷനില്ല, നോർമലായി, കാരണം ജോലിക്ക് പോകുന്നുണ്ട്, കൂടെയല്ലേ ഇത് ചെയ്യുന്നുള്ളൂ എന്നുള്ള സമാധാനത്തിലിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഒപ്പീനിയൻ ഇത്രയേ ഉള്ളൂ, ഇത് ഫോളോ ചെയ്യുക. പാരൻസ് ആണ് ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നതെങ്കിൽ സ്ട്രിക്ട്ലി പുതിയ പിള്ളേരോട്, ഞാൻ ഇപ്പോൾ പഠിക്കാൻ വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് 10th പഠിക്കുന്ന കുട്ടികൾ വരെ ട്രേഡിംഗ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം, അവരുടെ ഇടയിലും ഫിനാൻഷ്യൽ നോളജസ് നടക്കട്ടെ. ഇപ്പോൾ നമ്മൾ തന്നെ കോളേജുകളിൽ പോയിട്ട് ഒത്തിരി സെഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ 10-20ഓളം കോളേജുകളിൽ നമ്മൾ സെഷൻസ് എടുക്കാൻ പോയിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുട്ടികളെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. പലരെ കൊണ്ട് നമ്മൾ NISM എക്സാംസ് എഴുതി പാസ്സാക്കിച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളോട് ഞാനിപ്പോൾ പറയുന്നത്, അവർ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം പോയി NISM എഴുത്, NISM പഠിക്കുക, NISMൻ്റെ എക്സാം എഴുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യട്ടെ എല്ലാവരും, എന്നിട്ടല്ലേ കരിയറൊക്കെ ആക്കുന്നത്. ആ രീതിയിൽ വരട്ടെ. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പുതിയ തലമുറ ഉണ്ടാകട്ടെ. കേരളത്തിലെ ഫിനാൻഷ്യൽ അന്ധവിശ്വാസം, സാമ്പത്തിക അന്ധവിശ്വാസം കംപ്ലീറ്റ്ലി മാറട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരും. ലൈക്ക് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ കൂടി ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് മാറി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ലൈക്ക് കേരളത്തിൽ നിന്ന് തന്നെ, കേരളത്തിലായിരുന്നല്ലോ പാർട്ടിസിപ്പേഷൻ കുറച്ച് കാലമായിട്ട് കുറവ്, പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി പക്ഷെ അങ്ങനെയല്ല, ഭാവിയിലും അത് കൂടാനുള്ള ചാൻസാണ് കൂടുതൽ. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫ്യൂച്ചർ ഇതിനുണ്ട്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താലാണ് നമുക്കൊരു സക്സസ്ഫുൾ കരിയർ, എല്ലാ കരിയറിലും അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും അതിൻ്റേതായ റിസ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം. ഈസി മണി മേക്കിംഗ് ഒരു ഫീൽഡിലും ഇല്ലെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഹാർഡ് വർക്കാണ് നമ്മൾ സക്സസ് ആക്കുന്നത്. പുതിയൊരു പോഡ്കാസ്റ്റായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.